ദീപക് ധർമ്മടവും കോഴിക്കോടും ചേരുന്നു പുതിയ വിവരങ്ങളുമായി. ദീപക്, എന്തെങ്കിലും കടുത്ത നിലപാടിലേക്ക് പോകും അൻവർ എന്ന് കരുതാമോ? അൻവർ നേരത്തെ തന്നെ CPIM പോളിറ്റ് ബ്യൂറോ അംഗം വിജയരാഘവനെ വിളിച്ച് രാജിവെക്കുമെന്ന് അറിയിച്ചു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. പക്ഷേ അൻവർ എന്ത് ചെയ്യാൻ പോകും എന്നുള്ളത് അൻവറിനല്ലാതെ മറ്റാർക്കും അറിയില്ല എന്നുള്ളതാണ് വസ്തുത. CPIMനെ സംബന്ധിച്ചോളം അൻവർ പോയാൽ പോകട്ടെ എന്നുള്ളത് തന്നെയാണ് CPIMന്റെ നിലപാട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും രീതിയിൽ അൻവറിനെ അനുനയിപ്പിക്കാനുള്ള എന്തെങ്കിലും നീക്കം CPIMന്റെ ഒരു നേതാവും നടത്തില്ല എന്നുള്ളത് വ്യക്തമാണ്. അൻവറുമായി വളരെ അടുത്ത ബന്ധമുള്ള ചില CPM നേതാക്കളുണ്ട്. അവർ പോലും അൻവറിനെ പരസ്യമായി ഒരു സാങ്കേതിക പ്രശ്നമുണ്ട്, ദീപക്കിലേക്ക് വരാം. പക്ഷേ ദീപക് ഇപ്പോൾ പറയുന്ന വിവരം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. PB അംഗം A വിജയരാഘവനോട് അൻവർ മനസ്സു തുറന്നിരിക്കുന്നു എന്നാണ് ദീപക് ധർമ്മടം റിപ്പോർട്ട് ചെയ്യുന്നത്. MLA സ്ഥാനം രാജിവെക്കും എന്ന് വിജയരാഘവനോട് സൂചന നൽകിയിരിക്കുന്നു അൻവർ എന്നാണ് ദീപക് റിപ്പോർട്ട് ചെയ്യുന്നത്. വിപിൻ C വിജയൻ തുടരുന്നുണ്ട്. വിപിൻ, ഈ ദീപക്കിലേക്ക് വീണ്ടും വരാൻ കഴിയുന്നു. ദീപക് പറഞ്ഞോളൂ. അൻവർ MLA സ്ഥാനം രാജിവെക്കാനുള്ള സാധ്യത തുലം കുറവാണ്. പക്ഷേ അൻവർ രാജിവെക്കും എന്ന് A വിജയരാഘവനെ അറിയിച്ചു എന്നുള്ള വിവരമുണ്ട്. അതായത് പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവനെ അൻവർ രാജി സന്നദ്ധത അറിയിച്ചു. പക്ഷെ ആ കാര്യത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള അനുനയ ശ്രമങ്ങൾ ഒന്നും തന്നെ CPIMോ LDFോ നടത്തിയിട്ടില്ല. CPM നേതൃത്വം ഈ കാര്യത്തിൽ വളരെ കർശനമായ ഒരു നിലപാടാണ്. കാരണം പാർട്ടിക്കും മുന്നണിക്കും വെല്ലുവിളി ഉയർത്തിയ അൻവറിനെ ഏതെങ്കിലും രീതിയിൽ അനുനയിപ്പിക്കേണ്ട കാര്യമില്ല. പാർട്ടി നിലപാട് പറഞ്ഞു പോവുക, സർക്കാർ നിലപാട് പറഞ്ഞു പോവുക എന്നുള്ളതാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററും എടുത്ത നിലപാട്. ഇതാണ് യഥാർത്ഥത്തിൽ ഇതുമായി ബന്ധപ്പെട്ട പൊളിറ്റിക്കൽ തീരുമാനം, രാഷ്ട്രീയ തീരുമാനം. ഇനി അൻവറിന്റെ കാര്യത്തിലാണെങ്കിൽ അൻവർ MLA സ്ഥാനം രാജിവെക്കൽ ഇപ്പോഴുണ്ടാകില്ല എന്നുള്ളതാണ് ലഭ്യമാവുന്ന സൂചന. എന്നാൽ അതേ സമയത്ത് ചിലപ്പോൾ പാർലമെന്ററി പാർട്ടിയിൽ നിന്നും രാജിവെച്ചേക്കും, പൂർണ്ണ സ്വതന്ത്രൻ എന്ന നിലയിലേക്ക് അൻവർ മാറിയേക്കും. വേണോ അതിന് സാങ്കേതിക തടസ്സങ്ങളൊന്നും ഇല്ല എന്നാണോ ദീപക്കെ? സാങ്കേതിക തടസ്സങ്ങൾ എന്നാൽ അതിൽ രാഷ്ട്രീയമായ തടസ്സങ്ങളാണ്. അതായത് ഒരു പൊളിറ്റിക്കൽ എത്തിക്സിന്റെ ഭാഗമായി ഒരു സ്വതന്ത്രൻ ഒരു മുന്നണി വോട്ട് വാങ്ങിച്ച് ജയിച്ചാൽ അയാൾക്ക് പിന്നെ പൂർണ്ണ സ്വതന്ത്രനാവാൻ പറ്റുമോ? കാരണം LDF സ്വതന്ത്രനായാണ് അൻവർ മത്സരിച്ചത്. അപ്പോൾ LDFന്റെ വോട്ട് CPIMന്റെ വോട്ട് മേടിച്ച് ജയിച്ച ഒരാൾ MLA സ്ഥാനം രാജിവെക്കാതെ താൻ സ്വതന്ത്ര MLA ആണെന്ന് പ്രഖ്യാപിക്കുന്നതിൽ രാഷ്ട്രീയ ധാർമ്മിക പ്രശ്നമല്ലാതെ നിയമപരമായ മറ്റു പ്രശ്നങ്ങൾ ഇല്ലെന്നുള്ളതാണ് മനസ്സിലാവുന്നത്. വേണു ദീപക്കെ, ഇപ്പോൾ ഏതാനും മിനിറ്റുകൾക്ക് മുൻപ് അൻവറിന്റെ പുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നല്ലോ. അതിൽ അൻവർ പറയുന്നത്, എൻ്റെ വിജയത്തിനായി രാവന്തിയോളം ചോര നീരാക്കി പ്രവർത്തിച്ചവരാണ് നിലമ്പൂരിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകർ. അതിലൊരാളെപ്പോലും തള്ളിപ്പറയാൻ എനിക്ക് കഴിയില്ല. അവരോട് അന്നും ഇന്നും ഞാൻ അത്രമേൽ കടപ്പെട്ടിരിക്കുന്നു. അവരെ നിരാശരാക്കുന്ന ഒരു വാക്കുപോലും PV അൻവറിൽ നിന്ന് ഉണ്ടാകില്ല. ചില പുഴുക്കളോടെ എതിർപ്പുള്ളൂ, പാർട്ടിയോടോ സഖാക്കളോടോ അതില്ല, ഉണ്ടാവുകയുമില്ല. എന്ന് വെച്ചാൽ മുന്നണിക്കൊപ്പം പാർട്ടിക്കൊപ്പം തന്നെ തുടരുമെന്നല്ലേ? അൻവർ ആയതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളിൽ ഒന്നും തന്നെ ഒരു പ്രവചനം സാധ്യമല്ല വേണു. കാരണം അത് അൻവറിനെ അടുത്തറിയുന്ന ആൾക്കാർക്കറിയാം. അൻവർ എപ്പോഴും സർപ്രൈസുകൾ ഒളിപ്പിച്ചു വെക്കുന്ന ആളാണ്. രാഷ്ട്രീയ കാര്യത്തിലെല്ലാം അദ്ദേഹത്തിന്റെ നിലപാട് ഒരിക്കലും പ്രവചിക്കാൻ പറ്റാറില്ല. മറ്റു രാഷ്ട്രീയ നേതാക്കൾ സഞ്ചരിക്കാത്ത പാതയിലൂടെ സഞ്ചരിക്കുന്ന ഒരാളാണ് അൻവർ എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ടതാണ്. ഒരു സെക്കൻഡ് ദീപക്, ഇപ്പോൾ TP രാമകൃഷ്ണൻ അല്പസമയത്തിനകം മാധ്യമങ്ങളെ കാണും. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് വരാം. ദീപക് തുടർന്നോളൂ. കഴിഞ്ഞ ഞായറാഴ്ച CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പ്രസ്താവന വന്നതിന് ശേഷം അൻവർ രാത്രിയോടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു. അതിൽ പരസ്യ പ്രതികരണങ്ങൾ നിർത്തുന്നു എന്നാണ് പറഞ്ഞത്. അന്വേഷണ റിപ്പോർട്ട് വരുന്നവരെ കാത്തിരിക്കാം, നീതി പ്രതീക്ഷിക്കുന്നു എന്നാണ്. പക്ഷെ അൻവർ ടേൺ എടുത്തുകൊണ്ട് പാർട്ടിക്കെതിരെ ഒരു വാർത്താ സമ്മേളനത്തിലെ നിലപാട് മാറ്റിയുള്ള ഒരു വാർത്താ സമ്മേളനത്തിന് തയ്യാറാകുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അൻവർ ഈ കാര്യത്തിൽ എടുത്ത നിലപാട് തിരുത്തുന്നു. അതായത് പാർട്ടിക്ക് വഴങ്ങാൻ, മുന്നണിക്ക് വഴങ്ങാൻ അൻവർ തയ്യാറല്ല എന്നുള്ളതാണ് വസ്തുത.